പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും കാര്യത്തിനെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മളത് തയ്യാറാക്കി ഒക്കെ വിചാരിച്ചിട്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി മിഠായി ഇല്ലേ, അതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇഞ്ചിയൊക്കെ നന്നായി വൃത്തിയാക്കി എടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വിചാരിച്ച് കുറച്ച് നാരൊക്കെ ഉണ്ട്, അതിലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതുകൊണ്ടാണ് നല്ല ഗ്രേറ്റ് ചെയ്തെടുത്തതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ലേശം എടുക്കുന്നുള്ളൂ, ഒന്ന് പരീക്ഷണമാണ്, വിജയിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ലേശം ചെയ്ത് നോക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന പ്രായത്തിലൊക്കെയാണ് കേട്ടോ. ഇപ്പോഴൊക്കെ ബസ് സ്റ്റാൻഡിൽ പോയാലാണ് ഇഞ്ചി മുട്ടായൊക്കെ കാണുന്നുള്ളൂ, കടകളിലൊന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ കടകളിൽ കിട്ടാറുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ. ഞങ്ങളൊക്കെ ചെറുപ്പത്താണ് ഇഞ്ചി മിഠായൊക്കെ കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പം ബസ് സ്റ്റാൻഡുകളിലൊക്കെ പോയാലാണ് കേട്ടോ ഇഞ്ചി മിഠായി കിട്ടത്തുള്ളൂ. അവിടെയൊക്കെ ഇങ്ങനെ വിൽക്കുന്നതാണ്. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഇഞ്ചി മിഠായൊക്കെ മേടിക്കാറ്. അപൂർവമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ചെയ്ത് വെക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇങ്ങനെ ഇതാണ് നമ്മൾ ഇഞ്ചി ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ കേട്ടോ. ആരെയും നിർബന്ധിച്ച് ചെയ്യാൻ പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചീര വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി കണ്ടോ നോക്കണം കേട്ടോ. അങ്ങനെ അതും കൂടി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടത് കൊണ്ട്, വേറൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ അത് ഫുള്ളായിട്ട് എടുക്കാത്ത. അങ്ങനെ അത് റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇഞ്ചി മുട്ടായും കൂടി തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ഒരു ചെറിയ പാത്രം എടുക്കുമ്പോഴൊക്കെ നോക്കി, ചെറിയ പാത്രമൊക്കെ എല്ലാത്തിലും സാധനങ്ങളാണ്. അങ്ങനെ വലിയ പാത്രമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇഞ്ചി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു ചെറിയ ബ്രൗണിഷ് കളറൊക്കെ ആകണേ, അധികം കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം കളറ്. എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നത്, ചട്ടി ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മധുരത്തിന് ആവശ്യത്തിനായി പഞ്ചസാരയും ലേശം വെള്ളം കൂടി ഒഴിച്ച് നന്നായി കുറുക്കിയെടുക്കണം കേട്ടോ. ഒരു നൂൽപ്പാകെന്ന് പറയുന്നത് നല്ല മെൽറ്റായി വരണം, അതുപോലെ നല്ല കുറുകി വരണം. പക്ഷേ ബ്രൗണിഷ് കളർ ആകും ചെയ്യരുത്. അതുപോലെ ഒന്ന് നന്നായി കുറുക്കിയെടുക്കണം കേട്ടോ. ഒരു കാപ്പി ശർക്കരേൻ്റെ നിറമില്ല, അതുപോലെ ആകരുത്. ഇത് വൈറ്റന്നി ആയിരിക്കണം. അതുപോലെ നന്നായി കുറുകി വരുന്നവരെ നമ്മൾ കൈവിടാണ്ട് ഇങ്ങനെ നന്നായി ഇറക്കിക്കൊണ്ടേയിരിക്കുക. നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശമായി വന്നിട്ടുണ്ട്. അങ്ങനെ നന്നായി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പാത്രത്തിലേക്ക് ലേശം നെയ്യിട്ട് കൊടുത്ത് നന്നായി കറി കൊടുക്കാം. നമുക്കത് ഈ ചൂടോടെ തന്നെ അങ്ങ് ഒഴിച്ചെടുക്കാം. തണിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ കട്ട പിടിച്ച് ഒന്ന് ശരിയായി വരിക. ഇതാ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണ്ട പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക, ഏതാണോ ഷേപ്പ് അങ്ങനെ. ഇത് വേണമെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം. തണുത്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരാം. ബായ്.